ഒരാളെ വിശ്വസിക്കുന്നത് എങ്ങനെയാണ്? ഈ ഒരു സ്ക്രിപ്റ്റ് വിശ്വസിക്കണം, അതിൽ നിന്നും വരുന്ന പ്രൊഡക്ഷനിൽ ഒരാളെ വിശ്വസിക്കണം, പിന്നെ ഡയറക്ടറെ വിശ്വസിക്കണം, പിന്നെ അവനോട് തന്നെ ഒരു എന്താ പറയുക ഡബിൾ മൈൻഡ് ഉണ്ടാകുമ്പോൾ അതെങ്ങനെയാണ് അതൊക്കെ ഇത്രയും ചെറു പ്രായത്തിൽ ഹാൻഡിൽ ചെയ്യുന്നത്? റെസ്പെക്ട് എല്ലാ ഇതിലും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു റെസ്പെക്ട് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ നല്ല കാര്യം പറയുന്നത്. നമ്മൾ തുടക്കക്കാരനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല, റെസ്പെക്ട് ഇസ് എവരിബഡി ഈസ് റൈറ്റ്. അതെ അതെ, അതൊക്കെ എനിക്ക് ഇവര് ഇപ്പം നമ്മുടെ എക്കോയിലേക്ക് വരുമ്പോൾ പടക്കളത്തിന്റെയും ആലപ്പുഴ ജിംഖാനയുടെയും റിലീസിന് മുന്നേ ഞാൻ കമ്മിറ്റ് ചെയ്ത സിനിമയാണ് എക്കോ. അതായത് പടക്കളത്തിന്റെ ഷൂട്ട് കഴിഞ്ഞു, അപ്പോഴാണ് ഞാൻ കമ്മിറ്റ് ചെയ്യുന്നത്. പക്ഷെ റിലീസ് ആയിട്ടില്ല. ആലപ്പുഴ ജിംഖാനയും പടക്കളും റിലീസ് ആയിട്ടില്ല. പക്ഷെ ആ സമയത്ത് തന്നെ ഇവര് എൻ്റെ അടുത്ത് സംസാരിക്കുന്നത് അതാണ് അവരുടെ ഒരു ക്വാളിറ്റി. അവർ സംസാരിക്കുന്നത് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലാണ്. നമുക്ക് എന്താണോ ആ സ്പേസ്, ആ വാല്യൂ നമുക്ക് തന്ന്, നമുക്ക് സ്പേസ് തന്ന്. ഇപ്പം എന്താ ആ സമയത്ത് ഞാൻ ഈ സിനിമയിലേക്ക് വരാനുള്ള റീസൺ, ഇപ്പൊ എക്കോയിലേക്ക് ഞാൻ വന്നപ്പോൾ എന്നെ ഇങ്ങനെ വിളിച്ചു. അപ്പൊ ബാലേട്ടനും എന്നെ ദിഞ്ചിത്തേട്ടനാണ് വിളിച്ചത്. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോൾ ബാലേട്ടൻ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ കഥ എൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, കഥ കേൾക്കാൻ കഥയായിട്ട് ഇത് പറഞ്ഞാൽ ശരിയാവില്ല, ഞാനൊരു കാര്യം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു കെട്ട് തന്നു, ഒരു ബുക്കിന്റെ കെട്ട് തന്നിട്ട് പറഞ്ഞു, നീ ഇപ്പം തന്നെ ഇത് വായിക്കണം, ഞാൻ നിനക്ക് റൂം എടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ താഴെ. അപ്പോൾ നീ അവിടെ പോയി എന്നെ സമാനത്തോടെ നീ ഇന്ന് വേണ്ടി ഇവിടെ താമസിച്ച് വായിച്ചോ, എന്നിട്ട് അത് വായിച്ചിട്ട് നീ എൻ്റെ അടുത്ത് വന്ന് ഇന്ന് തന്നെ ഒന്ന് പറയണോടാ. പുതിയ ഒരാളോട് കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് തന്നിട്ട് നീ നിന്റെ ഒരു ടൈം എടുത്ത് എനിക്ക് റൂം എടുത്ത് എന്ന് വായിച്ചിട്ട് അങ്ങനെയൊന്നും അവർ പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ പുതിയ എന്താ പറയാ, ഇതൊക്കെയാണ് ഒരു ഐഡിയ, ഇൻട്രസ്റ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ മതി. കാര്യം അവര് കിഷ്കിന്ദാനം പോലത്തെ അത്രയും ബ്ലോക്ക് ബസ്റ്റർ ചെയ്ത് നിൽക്കുന്ന ടീമാണ്. അപ്പോൾ ആ ഒരു വാല്യൂ അപ്പൊ എനിക്ക് കൂടുതലും അപ്പൊ തന്നെ ഞാൻ ഭയങ്കര ഓക്കെ, നമ്മളെ ട്രീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്കൊരു കൺസിഡറേഷൻ തരുന്നുണ്ട്, നമ്മുടെ ഒപ്പീനിയൻ മാറ്റർ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഫീൽ തന്നെ ഭയങ്കര ഇമ്പോർട്ടന്റ്. ആ സമയത്ത് ഫാലിമി മാത്രമേ എന്റെ ഇറങ്ങിയിട്ടുള്ളൂ. അതൊരു വലിയൊരു കാര്യമാണ്. അപ്പൊ ഞാൻ ചെന്ന് വായിച്ചു. അപ്പൊ എനിക്കും അങ്ങനെ തോന്നി, അതായത് ഇപ്പൊ തന്നെ അവർക്ക് വേണ്ടി എഫേർട്ട് ഇടണം. നമ്മുടെ മൈൻഡ് സ്പേസ് എനിക്ക് ഓട്ടോമാറ്റിക്കലി ഇപ്പൊ നമുക്ക് വായിക്കേണ്ട ഒരു മൈൻഡ് സ്പേസ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ വീട്ടിൽ ചെന്ന് 2 ദിവസം ചിലപ്പോൾ ആ ഒരു സ്റ്റോറി വായിക്കുന്ന ഒരു സ്പേസിലേക്ക് വരുമ്പോഴേ നമ്മൾ കൂടുതലും വായിക്കുള്ളൂ. പക്ഷെ ഇതെനിക്ക് അപ്പൊ തന്നെ ഓക്കെ വായിക്കണം എന്നുള്ളൊരു സാധനം വന്നു. അപ്പൊ തന്നെ ഞാൻ പോയി ഒരു 7-8 മണിക്കൂർ ഇരുന്ന് ഡീറ്റെയിൽ ആയിട്ടിരുന്ന് വായിച്ചു. എന്നിട്ട് ഞാൻ അപ്പൊ തന്നെ ഞാൻ ചെന്ന് പോലേട്ടാ ഞാൻ കുറച്ച് പോയിന്റ്സ് നോട്ട് ചെയ്ത് ഇങ്ങനെ ഡൗട്ടുകളൊക്കെ വായിക്കണം. ഞാൻ ഇങ്ങനെ ചോദിച്ചു. അപ്പൊ പുള്ളി അതിനൊക്കെ വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങൾ തന്നു. അപ്പൊ അതിൽ തന്നെ ഞാൻ ഭയങ്കര ഇംപ്രസ്ഡ് ആയി. അപ്പൊ ഞാൻ അങ്ങനെയാണ് എനിക്ക് അതിലേക്ക് ഒരു ഭയങ്കര ഇംപ്രസ്ഡ് ആയിട്ടാണ് ഞാൻ ശരിക്കും ഈ ടീമിലേക്ക് ജോയിൻ ചെയ്യുന്നത്.